നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 21 പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരം. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. കൊടും ചൂടിനാശ്വാസം. കൊച്ചിയിൽ കനത്ത മഴ. സംസ്ഥാനത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ് വർധന. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കാൻ ശ്രമമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക്. അയല, മത്തി തുടങ്ങിയവയ്ക്ക് ക്ഷാമം. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രതിപക്ഷം. പ്രസംഗം പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പരാതി. വനിതാ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് BJP. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രത്തിൽ നിർണായക നീക്കം. പുതിയ കമ്മീഷണറായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ദിനേശ് ത്രിവേദിയെ നിയമിച്ചു. അയൽ രാജ്യങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ നയതന്ത്ര പ്രതിനിധിയായി അയക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം. നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. നിതിൻ ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണിയെന്ന് വിശദീകരണം. ലോൺ എടുത്തത് സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയെന്ന് നിതിൻ പറഞ്ഞിരുന്നുവെന്ന് കോളേജ് അധികൃതർ. ലോൺ ആപ്പിൽ മാതാപിതാക്കളാണ് നോമിനികളെന്ന് അച്ഛൻ രാജൻ. വാൽപ്പാറ ദുരന്തത്തിൽ അധ്യാപകരെ നഷ്ടപ്പെട്ട പാങ് GLP സ്കൂളിൽ അധ്യയന വർഷം മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടിയുമായി സർക്കാർ. പാങ് GUP സ്കൂളിലെ പ്രധാന അധ്യാപകന് താൽക്കാലിക ചുമതല. താൽക്കാലിക അധ്യാപകരെ നിയമിക്കും. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും. വാർത്തകൾ വിശദമായി നോക്കാം. തമിഴ്നാട് വിരുദുനഗറിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 21 പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണ്. സ്ഫോടനത്തെ തുടർന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. സ്ഫോടനം നടക്കുമ്പോൾ 50ഓളം പേർ സ്ഥലത്തുണ്ടായിരുന്നതായാണ് വിവരം. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ. റവന്യൂ ധനമന്ത്രിമാരോട് ഉടൻ സ്ഥലത്തെത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശിച്ചു. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6033 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. AC ഫാൻ ഉപയോഗം കൂടിയതും ഗ്യാസ് ഇല്ലാത്തതിനാൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗം വർദ്ധിച്ചതുമാണ് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ പ്രധാന കാരണം. ഡാമുകളിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടെന്നും മെയ് മാസത്തോടെ മഴ ലഭിക്കും. അതിനാൽ വൈദ്യുതി ഉപയോഗത്തെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് തന്നെ പീക്ക് സമയത്ത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KECB. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതിയുടെ ആവശ്യകതയിൽ 50 മെഗാവാട്ടോളം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് അറേഞ്ച്മെൻറ്റിൽ 200 മെഗാവാട്ടിൻ്റെ കുറവും 16-ാം തീയതി മുതൽ ഉണ്ടായി. മറ്റ് 200 മെഗാവാട്ടിൻ്റെ കുറവ് 20-ാം തീയതി മുതലും വീണ്ടും ഒരു 200 മെഗാവാട്ടിൻ്റെ കുറവ് 26 മുതൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന ഉയർന്ന താപനില ഈ മാസം 26-ാം തീയതി വരെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ മെയ് മാസത്തിലും ഏകദേശം ഒരാഴ്ചയോളം ഉയർന്ന താപനില ഉണ്ടാകുമെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. പവർ എക്സ്ചേഞ്ചിൽ നിന്നും കൂടിയ അളവിൽ വൈദ്യുതി ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ ദീർഘകാല കോൺട്രാക്ട് ഏർപ്പെടാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം KECB ചോദിച്ചിട്ടുണ്ട്. 22-ാം തീയതിയിലെ പൊതു തെളിവെടുപ്പിന് ശേഷം ഈ അനുമതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അത് കിട്ടിയാൽ നമുക്ക് വലിയ പ്രശ്നം വരില്ല. അങ്ങനെ സംസ്ഥാനത്തെ കനത്ത ചൂടിൽ നിന്നും ഉൾക്കടലിലേക്ക് ഓടി ഒളിച്ചിരിക്കുകയാണ് മത്സ്യങ്ങളും. അയല, മത്തി തുടങ്ങിയ മത്സ്യങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്ത് കിട്ടാക്കനിയായ അവസ്ഥയാണ്. കപ്പൽ ചാലിലേക്ക് ഇറങ്ങി മത്സ്യബന്ധനം നടത്തിയിട്ടും കാര്യമായി ഒന്നും കിട്ടാതെ മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ.
കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് പലായനം ചെയ്തു തുടങ്ങി. പതിവ് പോലെ മത്തിയും അയലയും ഉൾപ്പെടെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഒരാഴ്ച വരെ കടലിൽ തങ്ങി ഒടുവിൽ നിരോധിത മേഖലയ്ക്ക് അടുത്തുവരെ നീങ്ങിയിട്ടും കാര്യമായി ഒന്നും ലഭിക്കാതെ മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. സാധാരണ 5 ദിവസമൊക്കെ നമ്മൾ കടലിൽ നിൽക്കുക. ഇപ്പോൾ 8 ദിവസവും 10 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 45 മാറ് 50 മാറിൽ പോയി മീൻ കാണാതെ നമ്മൾ 100-150 മാറ് ഉള്ളിലോട്ട് പോയിട്ടാണ്, കപ്പൽ ചാലിൽ പോയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മീൻ പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ ചൂട് കാരണം മീൻ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ തീരദേശത്ത്. 60 നോട്ടിക്കൽ മൈൽ ദൂരത്തിലധികം പോയി രാത്രിയിൽ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യമായി മത്സ്യം ലഭിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ മത്സ്യം കിട്ടിയിരുന്നതിനു പകരം ഇപ്പോൾ 30,000-40,000 രൂപയുടെ മത്സ്യമേ ലഭിക്കുന്നുള്ളൂ. 50 അടി മുതൽ 100 അടി വരെയുള്ള ബോട്ടുകളും പരമ്പരാഗത വള്ളങ്ങളുമാണ് പണിയില്ലാതെ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇന്ധനക്ഷാമം ഉൾപ്പെടെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കടം വാങ്ങി മത്സ്യബന്ധനത്തിനിറങ്ങുമ്പോൾ കടലും കൈവിടുന്ന അവസ്ഥയാണ്. 1 മാസം പിന്നിട്ടാൽ ട്രോളിംഗ് നിരോധനം കൂടി എത്തുമ്പോൾ എല്ലാ തരത്തിലും പട്ടിണിയാകുമെന്ന് ഉറപ്പാണ്. ചൂട് കൂടിയത് മത്സ്യബന്ധന മേഖലയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അയല, മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ കിട്ടാനാവാത്ത അവസ്ഥയാണ്. 7 ദിവസത്തോളം കടലിൽ നിന്നിട്ടും നിരാശയായി മടങ്ങേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് ഇവർ. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. വർഷത്തിൽ 2 തവണ മാത്രം വരുന്ന നിഴലില്ലാ ദിന പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ല. കത്തുന്ന വെയിലത്ത് നിഴൽ അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസമാണ് ഇത്. കത്തി നിൽക്കുന്ന സൂര്യന് കീഴേ നിഴലില്ലാത്ത ദിവസം എന്താണെന്നല്ലേ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് അനുഭവപ്പെട്ട പ്രതിഭാസമാണിത്. നിഴലില്ലാത്ത ദിനം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സൂര്യൻ ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉത്തരായനഗോളത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ നിഴലില്ല അവസ്ഥ വരുന്നത്. സൂര്യൻ കൃത്യമായി തലയ്ക്ക് മുകളിൽ എത്തുന്നതുകൊണ്ട് നട്ടുച്ചയ്ക്ക് വസ്തുക്കളുടെ നിഴൽ ദൃശ്യമാകാതെ പോകുന്ന അപൂർവ ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ് നിഴലില്ലാ ദിനം. സൂര്യന്റെ പരിക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് സൂര്യന് ചുറ്റും ഭൂമി ചുറ്റുന്ന സമയത്ത് ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സൂര്യന്റെ സ്ഥാനം എപ്പോഴും അത് ഭൂമിയിൽ നോക്കുമ്പോൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഏപ്രിൽ 19-നും പിന്നെ ഒന്ന് ഓഗസ്റ്റ് 24-നും. ഈ സമയത്ത് സൂര്യൻ നേരെ നമ്മുടെ 90 ഡിഗ്രി സെനിത്തിലായിരിക്കും ഈ ഉച്ചയ്ക്ക് 12:24. ആ സമയത്ത് സൂര്യപ്രകാശം കുത്തനെയുള്ള ഒരു ഓബ്ജക്റ്റിന്റെ മുകളിൽ പതിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിന്റെ ബേസിലായിരിക്കും അതിന്റെ നിഴലുണ്ടാവുക. അപ്പം നമ്മൾ ഫലത്തിൽ അത് നിഴലില്ലാത്ത ഒരു ദിനമായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഏപ്രിൽ 11 മുതൽ 23 വരെയാണ് നിഴലില്ലാ ദിനങ്ങൾ അനുഭവപ്പെടുക. കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:20 നിഴൽ അപ്രത്യക്ഷമായ പ്രതിഭാസമുണ്ടായത്. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഈ പ്രതിഭാസം നേരിട്ടറിയാൻ വിദ്യാർത്ഥികൾക്ക് അധികൃതർ അവസരവും ഒരുക്കിയിരുന്നു. ദക്ഷിണാർദ്ധഗോളത്തിന് മുകളിൽ നിന്നും വടക്കോട്ട് സൂര്യൻ പോകുന്ന സമയമായതിനാൽ തിരുവനന്തപുരം മുതൽ വടക്കോട്ടാണ് ഇനി നിഴലില്ലാ ദിനം അനുഭവപ്പെടുക. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂട് തുടരവേ മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ബുധനാഴ്ച വരെയാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൊച്ചിയിൽ വെയിലിന് ആശ്വാസമായി കനത്ത മഴ പെയ്തു. ജില്ലയിൽ പലയിടത്തും കനത്ത മഴയാണ്. ആലുവയിലെ കനത്ത കാറ്റിലും മഴയിലും നിരവധി മരങ്ങൾ മറിഞ്ഞു വീണു. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം. അപ്പോൾ കൊച്ചിയിൽ ഇതാ വേനൽ മഴ എത്തിയിരിക്കുന്നു. ആശ്വാസകരമായ വാർത്ത. അപ്പം കനത്ത മഴയാണ് ആലുവയിൽ അടക്കം എന്നത് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്തെല്ലാം? കൊച്ചിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചൂടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ കനത്ത ചൂടായിരുന്നു. ഇപ്പോൾ ഇതാ ആശ്വാസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ മഴയായിരുന്നു. ഇപ്പോൾ ചെറുതായി ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും മഴ ഇങ്ങനെ പെയ്യുകയാണ്. മാത്രമല്ല കാർമേഘം വലിയ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മഴ പെയ്യാനുള്ള, ഈ മഴ ഇങ്ങനെ തുടരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമാണ്. ഇവിടെ കൊച്ചിയിൽ ചുട്ടുപഴുത്തിയ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു മഴ ഉണ്ടാകുന്നത്. വൈകുന്നേരത്തോടു കൂടി വലിയ സന്തോഷത്തിലാണ് ആളുകൾ. ഇതിൽ കരൂർ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ വെള്ളക്കെട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് വലിയ തോതിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ആലുവ ഭാഗത്താണ് ചില മരങ്ങളൊക്കെ ഒടിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ഒരു മഴയാണ്. അവിടെ ചില മരം ഒടിഞ്ഞു വീഴുന്നതൊക്കെ
ഉണ്ട്. പക്ഷെ അത് ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു ഗതാഗത കുരുക്കിലൊക്കെ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷിയിടങ്ങളിലൊക്കെയുള്ള മരങ്ങളാണ് ഇത്തരത്തിൽ ആലുവ ഭാഗത്തൊക്കെ ഒടിഞ്ഞു വീണിരിക്കുന്നത്. എന്തായാലും ഈ ചൂടിന് വലിയ ആശ്വാസമാണ്. കനത്ത ചൂടായിരുന്നു കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ കലൂർ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മാവുകളൊക്കെ ഉള്ളതാണ്. ഈ മാമ്പഴം പെറുക്കാനൊക്കെ ആളുകൾ പുറത്തേക്ക് വരുന്ന ഒരു സ്ഥിതിയൊക്കെ ഇപ്പൊ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സന്തോഷമുണ്ട് ആളുകൾക്ക് ഈ ചൂടിൽ നിന്ന് പെട്ടെന്നൊരു ശമനം ഉണ്ടായിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മഴ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കിഴക്കൻ മേഖലകളിൽ അടക്കം സമാനമായ രീതിയിൽ മഴയുണ്ട്. എന്നാൽ കനത്ത മഴയിലേക്ക് അത് പോയിട്ടുണ്ടോ എന്ന് സംശയകരമാണ്. പക്ഷെ എങ്കിലും ഈ കാർമേഘം ഇതേ രീതിയിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നതിനിടയിൽ കൊച്ചിയിൽ വേനൽ മഴ എത്തിയിരിക്കുകയാണ്. അത് ആശ്വാസകരമായ വാർത്തയാണ്. എന്തായാലും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ബുധനാഴ്ച വരെ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. വിവരങ്ങളാണ് AT അശ്വതി കൊച്ചിയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ദിനേശ് ത്രിവേദി ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറാകും. നിലവിലെ ഹൈക്കമ്മീഷണറായ പ്രണയ് വർമ്മ യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യൻ അംബാസഡറായി മാറുന്ന ഒഴിവിലേക്കാണ് നിയമനം. UPA ഭരണകാലത്ത് തൃണമൂൽ കോൺഗ്രസ് അംഗമായിരുന്ന ദിനേശ് ത്രിവേദി റെയിൽവേ മന്ത്രിയായും ആരോഗ്യ സഹമന്ത്രിയുമായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2021 അദ്ദേഹം BJPയിൽ ചേർന്നു. ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം സങ്കീർണമായി തുടരുന്നതിനാൽ ദിനേശ് ത്രിവേദിയെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ നിയമനം ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. വനിതാ സംവരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന ആക്ഷേപം. ഇക്കാര്യം ഉന്നയിച്ച് കോൺഗ്രസ് പരാതി നൽകി. സംവരണ ബിൽ പാസ്സാകാത്തതിൽ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. മണ്ഡലം പുനർനിർണയത്തോടെ തന്നെ വനിതാ സംവരണം നടപ്പിലാകുമെന്ന് BJP ആവർത്തിച്ചു. ദൂരദർശനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ സംവരണ ബിൽ പാസ്സാകാത്തതിൽ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച പ്രധാനമന്ത്രി കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി ഔദ്യോഗിക പ്രസംഗം രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തുവെന്നും പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിമർശിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ബില്ല് പരാജയപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ആയുധമാക്കുകയാണ് BJP. രാജ്യത്തിന്റെ പെൺകുട്ടികൾ കൂടുതലായി രാഷ്ട്രീയത്തിലെത്തുന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ലെന്ന് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2029 വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഗൂഢാലോചന നടത്തി സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം ഇല്ലാതാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 33% आरक्षण मिले, मोदी ने ये सुनिश्चित किया। बंगाल की बहनें चाहती थी कि ये 2029 से ही लागू हो। मोदी ने इसके लिए भी प्रयास किया, लेकिन TMC नहीं चाहती थी। വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയതിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ രാജ്യത്തുടനീളം സ്ത്രീകളെ അണിനിരത്തി BJP പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. മണ്ഡല പുനർനിർണയത്തോടെ തന്നെ രാജ്യത്ത് വനിതാ സംവരണം നടപ്പാക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രിയുടെ ദൂരദർശൻ വഴിയുള്ള പ്രസംഗത്തിനെതിരെ CPM തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ നിയമസഭകളിലേക്കുള്ള വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ തുറന്ന് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്താൻ പൊതു സംപ്രേഷണ മാധ്യമമായ ദൂരദർശനെ ദുരുപയോഗം ചെയ്തത് ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കവും സന്ദേശവും സർക്കാർ ആശയവിനിമയമായി കണക്കാക്കാൻ കഴിയില്ല എന്നും പ്രതിപക്ഷ പാർട്ടികളെ പേരെടുത്ത് പറഞ്ഞ് നടത്തിയ രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ബിൽ അവതരിപ്പിച്ചത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴായിരുന്നുവെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി ആരോപിച്ചു. പ്രധാനമന്ത്രി ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമായിരുന്നു. വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരവേ ആ ചട്ടങ്ങളുടെ നഗ്നമായ ഒരു ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി
നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പ് ഭീഷണിയെന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മാനേജ്മെന്റ്. ജാതി വിവേചന ആരോപണം തെറ്റെന്ന് മാനേജ്മെന്റ് MD അതിദാൻ പ്രതികരിച്ചു. നിതിൻ ലോൺ എടുത്തത് സഹോദരി ഭർത്താവിന് വേണ്ടിയാണെന്നും അധികൃതർ വിശദീകരിച്ചു. അതേസമയം ആരോപണങ്ങൾ കുടുംബം നിഷേധിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി കോളേജ് മാനേജ്മെന്റ്. ആത്മഹത്യയ്ക്ക് പിന്നിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയെന്നും ജാതി വിവേചനമല്ലെന്നും വിശദീകരണം. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്നും മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ നമ്പർ നൽകിയിട്ടില്ലെന്ന് നിതിൻ രാജ് ആവർത്തിക്കുകയായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് നിതിൻ ആത്മഹത്യ ചെയ്തതെന്നാണ് വിശദീകരണം. നിതിൻ രാജിന്റെ സഹോദരി ഭർത്താവായ അശോകന് വേണ്ടിയാണ് ലോൺ എടുത്തതെന്നും വിശദീകരണത്തിലുണ്ട്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് കുടുംബം രംഗത്തെത്തി. നിതിൻ എടുത്ത ലോൺ ആപ്പിൽ നോമിനികളായി നൽകിയിരിക്കുന്നത് മാതാപിതാക്കളായ ലതയുടെയും രാജന്റെയും പേരുകളാണ്. ചക്കരക്കൽ CI ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നിതിന്റെ പിതാവ് രാജൻ വ്യക്തമാക്കി. നോമിനികൾ മാതാപിതാക്കളായിരിക്കെ എങ്ങനെയാണ് അധ്യാപകർക്ക് ലോൺ ആപ്പിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചതെന്ന ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത്. ലോണിന്റെ നോമിനികളായി വെച്ചിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും തന്നെയാണ്. ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അവിടെ നിന്ന് വിളികൾ വരുന്നതാണ്. കുറ്റക്കാരവർക്കെതിരെ നടപടി വേണമെന്ന് സമഗ്രമായ അന്വേഷിക്കുന്നത്. അതുപോലെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ടെന്നും ലോൺ ആപ്പല്ല മരണകാരണമെന്നും സഹോദരി ഭർത്താവ് അശോകൻ പറഞ്ഞു. ലോൺ തനിക്ക് വേണ്ടി എടുത്തു എന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ ഈ ലോൺ ആപ്പിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ലോൺ ആപ്പിൽ തീർക്കാൻ നോക്കുന്നത് അത് ശരിയായ രീതിയല്ല. കാരണം ലോൺ ആപ്പ് വിഷയമല്ല അവൻ്റെ മരണകാരണം. ലോൺ ആപ്പിൽ തുടങ്ങി അതിൽ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് തുടങ്ങിയിട്ട് ഈ വന്നിരിക്കുന്ന 2 CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, രാത്രിയും രാവിലെയായിട്ട് വന്ന അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയായിട്ട് വന്നിരിക്കുന്ന വാർത്തകളിൽ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ പ്രിൻസിപ്പൽ നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ലോൺ ആപ്പിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന ആശങ്ക കുടുംബത്തിന് ആദ്യം മുതൽക്കുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാൽപ്പാറ ദുരന്തത്തിൽ അധ്യാപകരെ നഷ്ടപ്പെട്ട പാങ് GLP സ്കൂളിൽ അധ്യയന വർഷം മുടങ്ങാതിരിക്കാൻ അടിയന്തര നടപടിയുമായി സർക്കാർ. പാങ് GUP സ്കൂളിലെ പ്രധാന അധ്യാപകൻ അഹമ്മദ് കുട്ടിക്ക് GLP സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകും. സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ താൽക്കാലിക അധ്യാപകരെ നിയമിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ മലപ്പുറം CEO സുനിതയ്ക്ക് ഏകോപന ചുമതല നൽകിയതായും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ആരോഗ്യ വകുപ്പുമായി ചേർന്ന് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും. ദുരന്തം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുവാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തും. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കും. ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആകുന്ന ഘട്ടത്തിൽ അത് നടപ്പിലാക്കും. ഈ വിഷമഘട്ടത്തിൽ വിദ്യാലയത്തിനും കുടുംബാംഗങ്ങൾക്കൊപ്പം സർക്കാർ പൂർണ്ണമായി നിലകൊള്ളും. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച സമർപ്പിക്കുന്നതാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ KC വേണുഗോപാലിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. തിരഞ്ഞെടുപ്പിൽ പിന്നണിയിൽ നിന്നും എല്ലാം ചെയ്തത് KC വേണുഗോപാലാണ്. അദ്ദേഹം യോഗ്യനാണ് എന്ന് താൻ പറയില്ല. ആരാണ് യോഗ്യനെന്നും പറയില്ല. VD സതീശൻ പ്രവർത്തിച്ചത് മുഴുവൻ ടെലിവിഷനിൽ മാത്രമാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയെ അപ്രസക്തനാക്കാനും സാധിക്കില്ല. ജയിച്ചു വന്നാൽ കോൺഗ്രസിലെ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ഇടുക്കിയിൽ പറഞ്ഞു. UDF ഇങ്ങനെ ഒരു വടംവലി നടത്തിയത് ശരിയായില്ല. KC വേണുഗോപാൽ മിടുക്കനാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തെപ്പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. എത്ര പേരുടെ പേരാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്. അതൊരിക്കലും അപ്രകാമ്യമല്ല. അല്ല, VD സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ TV-യിൽ കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകെ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻസ് കൺട്രോളും സ്ഥാനാർത്ഥി എന്നതും പ്രശ്നങ്ങളുള്ളപ്പോഴെല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്. പലയിടത്തും പ്രശ്നമുണ്ടായിരുന്നല്ലോ, അതെല്ലാം VDക്ക് സാധിച്ചില്ലല്ലോ. അതെല്ലാം മാറ്റദ്ദേഹമാണ്. അത് സെൻട്രൽ പവർ ഉണ്ടല്ലോ, ആ പവർ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി. സംസ്ഥാന ഭക്ഷ്യ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മന്റെ നേതൃത്വത്തിലാണ് ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ പരിശോധന നടത്തിയത്. ഇടമലക്കുടിയിലെ റേഷൻ വിതരണം സംബന്ധിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ റേഷൻ കടകളിൽ അടിയന്തര പരിശോധനയും
ആദിവാസി കുടികളിൽ സന്ദർശനവും നടത്തിയത്. ഇവിടെ റേഷൻ വിതരണം നടത്തുന്ന ഗിരിജൻ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി, ലൈസൻസിയായുള്ള സൊസൈറ്റി കുടി, വെള്ളവരക്കുടി എന്നീ റേഷൻ കടയ്ക്കെതിരെ ഗുരുതരമായ ആരോപണമുയർന്നിരുന്നു. തുടർന്ന് പൊതുവിതരണ വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തി 65 മെട്രിക് ടൺ ഭക്ഷ്യധാന്യത്തിന്റെ കുറവ് കണ്ടെത്തുകയും ഇടുക്കി ജില്ലാ കളക്ടർ തുടർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടത്തുന്ന ഉന്നതതല അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഭക്ഷ്യ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്രിയ ഉമ്മന്റെ നേതൃത്വത്തിൽ ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ പരിശോധന നടത്തിയത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് കട പ്രവർത്തിച്ചു വരുന്നത് എന്ന് കമ്മീഷൻ കണ്ടെത്തി. സൊസൈറ്റി കുടി റേഷൻ കട സന്ദർശിച്ചതിലും ആ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ വലിയ അപാകതകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലാണ് ഈ 2 റേഷൻ കടകളും. ആ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഒട്ടും അഭികാമ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇടമലക്കുടിയിലെ ഗോത്രവിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കാത്ത സാഹചര്യത്തിന് ഉത്തരവാദിയായ റേഷൻ കട ലൈസൻസി അഖിൽ ജോസിനെതിരെയും റേഷൻ വിതരണം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ്, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ, ജെമി ജോസ് എന്നിവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചു. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടന്നു. സന്യാസി ശ്രേഷ്ഠരും തന്ത്രി മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢി കാത്തുസൂക്ഷിക്കുന്നതിനും വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ വിഭാവനം ചെയ്യപ്പെട്ട തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം 2ാം വർഷമാണ് തൃശൂരിൽ സംഘടിപ്പിക്കുന്നത്. പാഞ്ചജന്യം ഹിന്ദു ജാഗരൺ സമിതിയുടെയും സന്യാസി സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സന്യാസി ശ്രേഷ്ഠരും തന്ത്രിമുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും പങ്കെടുത്തു. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയും നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശൂർ പൂരമെന്നും സനാതനധർമ്മത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും മനസ്സിലാക്കുവാനും ഇത്തരം ഹിന്ദു മഹാസംഗമങ്ങൾ സഹായിക്കുമെന്നും മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞു. ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്ന തൃശൂർ പൂരം. അത് കാണാൻ ജാതി മത ചിന്തയില്ലാതെ അനേക ലക്ഷങ്ങൾ ഒരുമിക്കുന്ന ഈ അത്ഭുതം കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് സനാതന ധർമ്മത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ ഉത്സവം, അതിൻ്റെ തത്വങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാക്കേണ്ട മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതേപോലുള്ള വേദികൾ ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാവുക. കവിയും എഴുത്തുകാരനുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സന്യാസി സംഗമവും യതിപൂജയും മാതൃപൂജയും ഗുരുവന്ദനവും പൂരവിചാരം എന്ന സംവാദവും സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, തൃശൂർ ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠർ സംഗമത്തിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂരിനി ആവേശം സിരകളിൽ പടരുന്ന പൂരക്കാലം. ഇലഞ്ഞിത്തറയിലെ മേളപ്പെരുക്കത്തിനൊപ്പം തെക്കേ ഗോപുരവാതുക്കൽ വിരിയുന്ന വർണ്ണവിസ്മയങ്ങൾക്കായി ശക്തന്റെ തട്ടകം കാത്തിരിക്കുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും തങ്ങളുടെ രഹസ്യക്കൂട്ടുകളിൽ വിരിയിക്കുന്ന വർണ്ണാഭമായ കുടകളുടെ നിർമ്മാണം അണിയറയിൽ പുരോഗമിക്കുകയാണ്. പൂരപ്രേമികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കുടമാറ്റത്തിന് പിന്നിൽ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. ഇത് വെറും കുടകളല്ല, തൃശ്ശൂരിന്റെ അഭിമാനവും ആവേശവും ഇഴചേർത്ത് നെയ്തെടുത്ത സ്വപ്നങ്ങളാണ്. ഇക്കുറിയും തിരുവമ്പാടിയും പാറമേക്കാവും ഒന്നിനൊന്നു മെച്ചമായ കുടകൾ അണിയറയിൽ ഒരുക്കുകയാണ്. സാധാരണ കുടകളിൽ നിന്ന് വ്യത്യസ്തമായി പൂരക്കുടകൾക്ക് വലിപ്പവും പ്രൗഢിയും കൂടുതലാണ്. മനോഹരമായ പട്ടുതുണികളും വെൽവെറ്റ് തുണികളുമാണ് കുടകൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മുത്തുകൾ, മിന്നുന്ന ചമയങ്ങൾ, സ്വർണ്ണ കസവുകൾ എന്നിവ കൊണ്ട് പൊതിയുമ്പോൾ ഓരോ കുടയും വർണ്ണവിസ്മയമായി മാറുന്നു. ഇത്തവണത്തെ സർപ്രൈസ് ഐറ്റങ്ങൾക്കായി ഡിജിറ്റൽ പ്രിന്റുകളും LED ലൈറ്റുകളും പരീക്ഷിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. കുടമാറ്റത്തിൽ സർപ്രൈസുകൾ ഉറപ്പാണെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറയുന്നു. അതായത് അതൊരു എന്താ പറയുക, സസ്പെൻസ്
റിസൾട്ട് അത് അപ്പോളെ മാത്രമേ അറിയിക്കുന്നുള്ളൂ. അതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. അതായത് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഞങ്ങൾ 2 ദേവസ്വങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിൽക്കണേ. പൂര സമയത്തായാൽ ഈ വക കാര്യങ്ങൾക്ക് ആനയുടെ കാര്യമായാലും കുടമാറ്റത്തിൻ്റെ കാര്യമായാലും മറ്റെല്ലാവരും മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് അത് നടത്താറ്. അത് ആ സമയത്ത് അതിൻ്റെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ആ പകിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ വർണ്ണശബളമായ ആ കാഴ്ച കാണാൻ ജനങ്ങൾ വരുമ്പോൾ അപ്പം അത് പ്രസൻറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. മണൽ കൊണ്ട് നിർമ്മിച്ച കുടകൾ ഇത്തവണത്തെ പ്രത്യേകതകളാണെന്നും ആളുകളെ വിസ്മയിപ്പിക്കാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും പാറമേക്കാവ് ദേവസ്വവും പറയുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണൽക്കുടയുണ്ട്. മണലുകൊണ്ട് പല പുണ്യസ്ഥലങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള മണൽ ഉണ്ടാക്കിയ കുടയുണ്ട്. തെക്കേ ഗോപുരനടയിൽ ആവേശത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കാൻ പൂരപ്രേമികൾ കാത്തിരിക്കുകയാണ്. അണിയറയിൽ ഒരുങ്ങുന്ന ഈ വർണ്ണക്കുടകൾ പൂര ദിവസം ആകാശത്തിന് പുതുവർണ്ണം നൽകുമെന്ന് ഉറപ്പാണ്. അമൃത ന്യൂസ്, തൃശൂർ. കൊല്ലം കല്ലുവാതുക്കലിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാരിപ്പള്ളി പുലിക്കുഴിക്ക് സമീപം തൊളിക്കോട് ചരുവിള വീട്ടിൽ രവീന്ദ്രനാണ് മരിച്ചത്. കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന രവീന്ദ്രൻ കല്ലുവാതുക്കൽ പാരിപ്പള്ളി ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുള്ള ആളാണെന്ന് നാട്ടുകാർ പറയുന്നു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കുന്നു. കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമുസ് അടച്ചതോടെ അമേരിക്കയുമായുള്ള സമാധാന കരാറിൽ നിന്നും അകലെയാണെന്നും ഇറാൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. US നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഉപരോധം പിൻവലിക്കും വരെ ഒരു കപ്പലും ഹോർമൂസ് കടക്കില്ലെന്നും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. അമേരിക്ക ഉപരോധം തുടരുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. US-ഉമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ നിന്ന് വളരെ അകലെയാണെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ വ്യക്തമാക്കി. അമേരിക്കയെ വിശ്വാസമില്ലെന്നും ഏതു നിമിഷവും അമേരിക്ക ആക്രമിക്കുമെന്ന് ഭയക്കുന്നതായും ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഒരു സമാധാന കരാർ ഉണ്ടാകുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള ഉപരോധം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കുമെന്ന നിലപാടിലാണ് ഇറാൻ. സുരക്ഷാ സംരക്ഷണ സേവനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള തുക നൽകുന്ന കപ്പലുകൾക്ക് മാത്രമേ ഇനി മുതൽ കടലിടുക്കിലൂടെ മുൻഗണനാടിസ്ഥാനത്തിൽ കടന്നുപോകാൻ അനുമതി നൽകൂ എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതോടെ നിരവധി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. നിയന്ത്രണം നഷ്ടമായ കാർ ഇടിച്ച് തെറിപ്പിച്ചത് 5ലധികം വാഹനങ്ങളെ. തിരുവനന്തപുരം വഴുതക്കാട് ജംഗ്ഷനിലാണ് അപകട പരമ്പര അരങ്ങേറിയത്. നിരവധി ആളുകൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. പാൽക്കുളങ്ങര സ്വദേശി കൃഷ്ണകുമാർ ഓടിച്ച വാഹനമാണ് അപകടം ഉണ്ടാക്കിയത്. രാവിലെ 11:15 അപകട പരമ്പരയ്ക്ക് തുടക്കമായത്. ബേക്കറി ജംഗ്ഷൻ ഭാഗത്തു നിന്നും വഴുതക്കാടേക്ക് വരികയായിരുന്ന കൃഷ്ണകുമാറിന്റെ കാർ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ഒരു സ്കൂട്ടറിലിടിച്ചു. പുള്ളി അവിടുന്ന് ഓവർ സ്പീഡിൽ വന്ന് സീനിലായിട്ട് വണ്ടി ബാക്കിയുള്ള വണ്ടിയെല്ലാം പോയി. പുള്ളി എടുത്തോണ്ട് ഒരു കയറിയ മൊത്തം ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. നമ്മളിവിടെ വിളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടെ. കാലും കൈമി വണ്ടി മൊത്തം പോയി. വണ്ടി നശിപ്പിച്ചു കളഞ്ഞു. വണ്ടി ഇടിച്ച് കയറ്റിയതാണ്. നമ്മളെ വണ്ടിയും കൂടെ ചേർത്ത് അടുത്തുള്ള ഒരു കാറിൽ ഇടിച്ച്. അപ്പോഴത്തേക്ക് നമ്മളൊന്ന് തറയിൽ വീഴുന്നായിരുന്നു. അവിടെ നിന്നും പിന്നെ കുറേ പേര് ഇടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നേരെ വന്ന് വീഴുന്ന സമയത്ത് വണ്ടി നമ്മളെ വണ്ടി ഞെരുങ്ങി. അവിടെ നേരെ വന്ന് തറയിൽ വീഴുന്ന കൈയും കാലിനെല്ലാം ഇപ്പം നടക്കാൻ വയ്യ. നിർത്താതെ മുന്നോട്ട് പോയ കാർ തുടരെ അപകടങ്ങൾ സൃഷ്ടിച്ചു. ഒടുവിൽ SMC ജംഗ്ഷനിൽ നിർത്തിയിട്ട സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ച് ഡിവൈഡർ തകർത്തു നിന്നു. താഴെ നിന്ന് ആ വണ്ടി ഇടിച്ചിടിച്ചാണ് ഇവർ വന്നത്. ഏറ്റവും ലാസ്റ്റത്തെ വണ്ടിയാണ്. ഇതിലാണ് ഗുരുതര പരിക്കുമായിട്ട് ഈ ആൾ ഇവിടെ നിന്നത്. നല്ല ഗുരുതര പരിക്കുമായിട്ടാണ്. തലയ്ക്കും കാലിനും നല്ല ക്ഷതയേറ്റിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാലിൻ്റെ നഖവും ഇത് ഇളവിയിട്ടുണ്ട്. കാലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. തലയിൽ പൊട്ടലുണ്ട്. കൃഷ്ണകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. മദ്യലഹരിയിലല്ല വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആദ്യത്തെ വാഹനത്തിൽ ഇടിച്ചപ്പോൾ ഉണ്ടായ പരിഭ്രാന്തിയിലാണ് തുടർ അപകടങ്ങൾ ഉണ്ടായതെന്നാണ് പോലീസ് ഭാഷ്യം. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി അക്ഷയ തൃതീയ ദിനം. സ്വർണ്ണവിലയിൽ വർധനവുണ്ടായെങ്കിലും ജ്വല്ലറികളിൽ ഇന്ന് സ്വർണം വാങ്ങാൻ ആളുകളെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ 55% വർധനവാണ് ഈ വർഷം സ്വർണത്തിന് ഉണ്ടായത്. രാജ്യത്ത് പ്രതിദിന സ്വർണ്ണ വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ദിവസമാണ് അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. സ്വർണം വാങ്ങാൻ ഏറ്റവും മികച്ച ദിനമായി വിശ്വസിക്കപ്പെടുന്നതും ഈ ദിവസമാണ്. അക്ഷയ തൃതീയയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് നിരവധി ആളുകളാണ് സ്വർണം വാങ്ങുവാൻ ജ്വല്ലറികളിൽ എത്തുന്നത്. അക്ഷയ തൃതീയയുടെ അന്ന് ഞങ്ങളുടെ കൊച്ചുമോക്ക് കാതുകുത്താനായിട്ട് വന്നതാണ്. അത് ഐശ്വര്യം കിട്ടും എന്നുള്ളതിൽ വന്നതാണ്. ഇന്നേനെ വന്നത് തന്നെയാണ്. നേരത്തെ ഞങ്ങൾ വന്ന് പോയിരുന്നാണ്. പിന്നെ ഇന്നത്തേക്ക് തന്നെ വെച്ചാണത്. ഇന്ന് നല്ല ദിവസം നോക്കി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച. സ്വർണ്ണവിലയിൽ വർധനവ് തുടരുന്നതിനിടെയാണ് ഇത്തവണത്തെ അക്ഷയ തൃതീയ ആഘോഷം. വില വർധനവുണ്ടെങ്കിലും പതിവ് പോലെ ഇന്നും മികച്ച വ്യാപാരം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്വർണ്ണ വ്യാപാരികൾ. നമുക്ക് നല്ലൊരു സെയിലാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ കുറേ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കീം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റേറ്റിങ്ങിനെ കൂടിയും കുറഞ്ഞും നിൽക്കുന്നതുകൊണ്ടൊരു ഇതാണ്. റേറ്റ് സ്റ്റഡി അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും അക്ഷയ തൃതീയ ഞങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു ബിസിനസ് സെയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 55%-ലധികമാണ് സ്വർണ്ണവില ഉയർന്നത്. 2025 അക്ഷയ തൃതീയ ദിനത്തിൽ പവന് 71,840 രൂപയായിരുന്നു സ്വർണ്ണവില. ഇന്ന് 24 കാരറ്റ് സ്വർണത്തിന് പവന് 1,24,624 രൂപയാണ്. അമൃത ന്യൂസ്, കൊച്ചി. കോമരങ്ങൾ നായകളായി പെരുമാറുന്ന അപൂർവ നായ വെള്ളാട്ട്. കോഴിക്കോട് വേങ്ങേരിയിലെ കുലവൻകാവിലാണ് ഈ അപൂർവ വെള്ളാട്ട് ആടുന്നത്. ഒരു ദേശത്തിന്റെ പേടിയകറ്റുന്ന ഈ നായ വെള്ളാട്ട് കാണാൻ വർഷം തോറും ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. മലബാറുകാർക്ക് തിറയും വെള്ളാട്ടുമൊന്നും പുത്തരിയല്ല. എന്നാൽ വേങ്ങേരിയിലെ ഈ കാവിലെത്തുമ്പോൾ പ്രത്യേക വെള്ളാട്ട് കാണാം. നായ വെള്ളാട്ട് എന്താണെന്നല്ലേ കണ്ടറിയാം. നായയുടെ ഭാവങ്ങൾ അനുകരിച്ച് കുരച്ചു ചാടുന്ന രീതിയിലുള്ള പ്രത്യേക വെള്ളാട്ട് രൂപം. എല്ലാ തെയ്യക്കാവുകളിലും കാണാത്ത അപൂർവമായി മാത്രം കണ്ടുവരുന്ന വെള്ളാട്ട്. ജനുവരി മുതൽ ഫെബ്രുവരി വരെ മലബാറിലെ കാവുകളിൽ തിറയാട്ടക്കാലമാണ്. എന്നാൽ മലബാറിൽ തന്നെ അപൂർവവും ആളെ കൂട്ടുന്നതുമായ നായ വെള്ളാട്ടിലൂടെയാണ് കോഴിക്കോട് വേങ്ങേരി കുലവൻകാവ് വ്യത്യസ്തമാകുന്നത്. മലബാർ കലാപനാളുമായി ബന്ധപ്പെട്ട് നാടുവിട്ട മൂസത് നൽകിയ നായയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് കാവിലെ ഈ വെള്ളാട്ടിന് പിന്നിലുള്ളത്. ഒരു പടയോട്ടക്കാലത്ത് ഈ മൂസദ്മാർക്ക് ഈ പ്രദേശം വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഇവർക്ക് ഈ നായയെ ഉപേക്ഷിക്കാനും വയ്യ. അങ്ങനെ വീട്ടുകാര്യസ്ഥന്മാരായ ചക്കിക്കും ചേന്തനും ഈ 2 നായകളെ അവർ കൊടുക്കുകയാണ്. മക്കളില്ലാത്ത ഈ ദമ്പതിമാർ ചക്കിയും ചേന്തനും സ്വന്തം മക്കളെ പോലെ ഈ നായകളെ പോറ്റി വളർത്തി. ഞങ്ങളുടെ കുലദൈവമായ കുലവനെയും ഭഗവതിയുടെയും കാവിൽ അവർ കുടിയിരുന്നെന്നും വർഷാവർഷം അവർക്ക് വേണ്ട വെച്ചാരാധനയും മറ്റും നൽകിക്കൊണ്ട് ഒരു വെള്ളാട്ടമായി കെട്ടിയാടി തുടങ്ങി. ഉത്സവ ദിവസം കോമരങ്ങൾ പെട്ടെന്ന് നായകളായി ഭാവം മാറുകയും പരസ്പരം കടിച്ചു കീറാൻ തുടങ്ങുകയും ചെയ്യും. കടി കിട്ടാതിരിക്കാൻ പിറകിൽ നിന്നും പിടിച്ചു നിർത്തുകയും വാഴപ്പോള കോമരങ്ങളുടെ വായിൽ തിരികെ വെക്കുകയും ചെയ്യുന്നതാണ് രീതി. ഈ നായ വെള്ളാട്ട് കാണാൻ മാത്രമായി കുലവൻകാവിലെത്തുന്നത് നിരവധി പേരാണ്. കാലങ്ങൾ എത്ര പിന്നിട്ടാലും തങ്ങൾക്ക് കൈമാറി കിട്ടിയ അപൂർവമായ ഈ അനുഷ്ഠാന കലയെ കാത്തു സൂക്ഷിക്കുമെന്നാണ് കുലവൻകാവ് നിവാസികൾ ഉറപ്പിക്കുന്നത്. ക്യാമറമാൻ KP ഷൈജുവിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ചൂട് കനത്തതോടെ ടൂറിസം മേഖലയും പരിങ്ങലിലാണ്. അവധിക്കാലമായതോടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾക്ക് ഇത് സീസൺ കാലമായിരുന്നു. എന്നാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചൂട് കൂടിയതോടെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതാണ് മേഖലയെ പിന്നോട്ടടിക്കുന്നത്. സീസൺ എത്തിയതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു ആലപ്പുഴയിലെ ടൂറിസം മേഖല. ഹൗസ് ബോട്ടുകളും ശിക്കാരവള്ളങ്ങളും തേടി പുന്നമടയിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ബോട്ടുടമകൾക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം. ചൂട് ക്രമാതീതമായി കൂടിയതോടെ പ്രതീക്ഷിച്ച രീതിയിലുള്ള തിരക്ക് പ്രകടമായില്ല. ഇതോടെ സീസൺ മുന്നിൽ കണ്ട് ഹൗസ് ബോട്ടുകളും വള്ളങ്ങളും പുതുക്കിപ്പണിത് കാത്തിരുന്ന ബോട്ടുടമകൾക്ക് വലിയ തിരിച്ചടിയായി. ഈ സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബോട്ടുകൾക്കും ഓട്ടം കിട്ടേണ്ട സമയമാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ
ഒരുമാതിരിപ്പെട്ട ബോട്ടുകളെല്ലാം ഇവിടെ തന്നെ ഇപ്പോൾ കിടക്കുകയാണ്. ഇപ്പോൾ പകുതി കൂടുതൽ വള്ളങ്ങളും ഓട്ടമില്ലാതെ കിടക്കുന്ന സമയമാണ്. ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. ഈ ഭയങ്കരമായിട്ടുള്ള ചൂട് കാരണമാണ് സാധാരണ വർഷങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാളിൽ ഭയങ്കരമായിട്ടുള്ള ചൂടാണ് ഈ പ്രാവശ്യം അനുഭവപ്പെടുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. സീസണ് മുമ്പായിട്ട് എല്ലാവരും അവരവരുടെ ബോട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്ത് റിനോവേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് ഇടുന്നത്. സീസൺ ടൈമിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട്. അങ്ങനെ വരാൻ നേരത്ത് തന്നെ ഓരോ ആൾക്കാർക്കും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ഇത് മാനേജ് ചെയ്ത് പോകാനുള്ള അത്ര രീതിയിലുള്ള ഓട്ടം ഈ സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ ചൂട് കനത്തതോടെ എയർ കണ്ടീഷൻ ബോട്ടുകളാണ് പല ടൂറിസ്റ്റുകളും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്തരം ബോട്ടുകളെക്കാൾ പരമ്പരാഗത ബോട്ടുകളാണ് ജില്ലയിൽ കൂടുതലായുള്ളത്. ഇതും ടൂറിസ്റ്റുകൾ എത്തുന്നതിൽ തിരിച്ചടിയായി. ഇതിനെല്ലാം പുറമെ പാചകവാതകത്തിൻ്റെ ലഭ്യതയിലുണ്ടായ കുറവും ടൂറിസം മേഖലയെ അലട്ടുന്നുണ്ട്. പാചകവാതകം മതിയായ അളവ് ലഭിക്കാതെ വന്നതും ടൂറിസം മേഖലയ്ക്ക് ഇരുട്ടടിയാവുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ട്രിവാൻഡ്രം ക്ലബിന് മുൻപിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ മണിയമ്പിള്ള രാജു മദ്യപിച്ചിരുന്നില്ല എന്ന് പോലീസ് റിപ്പോർട്ട്. കെമിക്കൽ ലാബിൽ നിന്നുമുള്ള ഫലത്തിലാണ് മദ്യപിച്ചില്ല എന്ന കണ്ടെത്തൽ. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ഒഴിവാക്കി. കോടതിയെ സമീപിച്ചാണ് പോലീസ് കുറ്റം ഒഴിവാക്കിയത്. ഇറ്റലിയിലെ ഗുരുദ്വാരയ്ക്ക് പുറത്തുണ്ടായ വെടിവെപ്പിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ബെർഗോമോ പ്രവിശ്യയിലെ കോവോയിലാണ് സംഭവം. 48 വയസ്സുള്ള രജീന്ദർ സിംഗ്, ഗുർമീത് സിംഗ് എന്നിവരാണ് മരിച്ചത്. കോവോയിലെ മാതാ സാഹിബ് കൗർജി ഗുരുദ്വാരയ്ക്ക് മുൻപിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആക്രമണമുണ്ടായത്. വൈശാഖി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ നടക്കാനിരിക്കുന്ന ഗുരുദ്വാരയാണിത്. വെടിയുതിർത്തതും ഇന്ത്യക്കാരനാണെന്നാണ് വിവരം. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്നാണ് പ്രാഥമിക നിഗമനം. 1-ലേറെ തവണ നിറയൊഴിച്ച ശേഷം അക്രമി വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. ചേർത്തലയ്ക്ക് പിന്നാലെ മലപ്പുറത്തും വിഷു മന്തി പരസ്യ വിവാദം. അങ്ങാടിപ്പുറം പോരാടം പാലത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് മയിൽപ്പീലി ചൂടിയ കണ്ണൻ മന്തി പ്ലേറ്റിന് മുൻപിലിരിക്കുന്ന ചിത്രം പങ്കുവച്ചത്. സംഭവത്തിൽ ഹോട്ടൽ ഉടമകളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോരാടം പാലത്തിനു സമീപം പ്രവർത്തിക്കുന്ന യമാമ ഷവായ ഹോട്ടലാണ് വിവാദ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. വിഷു ആശംസയ്ക്കായി തയ്യാറാക്കിയ പോസ്റ്ററിൽ മന്തി പ്ലേറ്റിന് മുന്നിലിരിക്കുന്ന മയിൽപ്പീലി ചൂടിയ കണ്ണന്റെ ഫോട്ടോയാണ് വിവാദമായത്. സംഭവത്തിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. സനാതനധർമ്മത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നതെന്നും ചേർത്തലയ്ക്കും അങ്ങാടിപ്പുറത്തിനും പുറമെ മറ്റു പലയിടങ്ങളിലും ഇത്തരം പോസ്റ്ററുകൾ വ്യാപകമായി ഉണ്ടെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PV മുരളീധരൻ ആരോപിച്ചു. ഒരു ഹോട്ടലുകാരന് പറ്റിയതാണെങ്കിൽ അതൊരു തെറ്റായി കാണാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇത് ആസൂത്രിതമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹോട്ടലുകൾ ഇങ്ങനെ വിഷു ആശംസകളിൽ കൃഷ്ണൻ്റെ മുന്നിൽ ബിരിയാണി വെച്ച് വിൽക്കുന്നത് അത് ഹൈന്ദവ നിന്ദയാണ്, മതവിശ്വാസത്തെ എതിർക്കുന്നതാണ്. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ചിലർ ആസൂത്രിതമായി നടത്തുന്ന പദ്ധതിയുടെ ഭാഗമാണോ എന്ന് സംശയിക്കപ്പെടേണ്ടതാണ്. അത് തികച്ചും സനാതനധർമ്മത്തിനെ അവഹേളിക്കുവാനും അപമാനിക്കുവാനും മനഃപൂർവ്വമുള്ളൊരു പദ്ധതിയായിട്ട് ഇതിനെ കാണണം. കേരളത്തിൻ്റെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ആസൂത്രിതമായ ഒരു അന്വേഷണം നടത്തപ്പെടേണ്ടതാണ്. സംഭവത്തിൽ ഹോട്ടൽ ഉടമയടക്കം 3 പേരെ മങ്കട പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട്ടൂർ സ്വദേശി മുസ്തഫ, ഷാഹുൽ ഹമീദ്, ഏറാന്തോട് സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് അറസ്റ്റിലായത്. അമൃത ന്യൂസ്, മലപ്പുറം.